സോനം ചെയ്തു വെച്ച ക്രൈം ഉണ്ടല്ലോ, മേഘാലയയിൽ കൊണ്ടുപോയി രാജാ രഘുവംശിയെ രാജ് കുഷാക്കിൻ്റെ കൂടെ ചേർന്ന് കൊലപ്പെടുത്തി മലയിടുക്കിൽ, വെള്ളച്ചാട്ടത്തിലെ മലയിടുക്കിൽ വലിച്ച് ഇട്ട് കടന്നു കളഞ്ഞവരാണ് സോനം. ഈ രാജാ രഘുവംശിയെ ആക്രമിക്കുമ്പോൾ പോലും സോനം പറഞ്ഞത് അതിനെ അടിച്ചു കൊല്ലാനാണ് സോനം ആവശ്യപ്പെട്ടത്. അപ്പോൾ ഒരുപാട് ക്രൈമുകൾ ഇതുപോലെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം തന്നെ കുറച്ച് ദിവസമായിട്ടേ ഉള്ളൂ ഈ UP-യിൽ കാൺപൂരിൽ ഒരു കൊലപാതകം, ഭർത്താവിനെ ഭാര്യയും ഭാര്യയുടെ അനന്തരവനും ചേർന്ന് കൊലപ്പെടുത്തുന്നത്. അതായത് ഭാര്യയുടെ സഹോദരൻ്റെ പുത്രൻ, അയാളും ചേർന്ന് കൊലപ്പെടുത്തിയത്. ഇപ്പോൾ UP-യിലെ കാൺപൂരിൽ നിന്ന് വന്ന വാർത്തയാണ്. അതിപ്പോൾ ദേശീയ മാധ്യമങ്ങളിൽ കത്തി നിൽക്കുകയാണ്. ഈ സോനത്തിൻ്റെ കഥയ്ക്ക് ശേഷം രാജ്യമൊട്ടാകെ ഈ ഭാര്യയുടെ ചതി വലിയ രീതിയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അതിനിടെയാണ് ഇപ്പോൾ ബീഹാറിൽ നിന്ന് വാർത്ത വന്നിരിക്കുന്നത്. ഈ കാൺപൂരിൽ ധർമ്മേന്ദ്ര എന്ന് പറയുന്ന ഒരു യുവാവിനെയാണ് ഭാര്യ റീനയുടെ സഹോദരൻ്റെ മകനായിട്ടുള്ള സതീഷും ചേർന്ന് കൊലപ്പെടുത്തിയത്. അത് അതിക്രൂരമായിട്ടുള്ള കൊലപാതകമായിരുന്നു. ഇയാളെ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, അയാളെ ഇക്കഴിഞ്ഞ മെയ് മാസം 10-ാം തീയതി ഇയാളുടെ ബോഡി അവിടെ റോഡിൽ കിടക്കുകയായിരുന്നു. ഈ സതീഷിൻ്റെ ധർമ്മേന്ദ്രയുടെ ബോഡി അവിടെ കിടക്കുന്നു. അങ്ങനെ പോലീസ് വന്ന് നാട്ടുകാരും ചേർന്ന് പരിശോധിച്ചപ്പോൾ ഇയാളുടെ തല അടിച്ച് തകർത്തിരിക്കുകയാണ്. അങ്ങനെ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം പോലീസ് ആരംഭിച്ചു. UP പോലീസ് ആരംഭിച്ചപ്പോൾ ഇയാളും 2 ചെറുപ്പക്കാരും തമ്മിൽ അതിന് കുറച്ച് ദിവസം മുമ്പ് ഒരു ഏറ്റുമുട്ടൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഈ 2 ചെറുപ്പക്കാരുടെ പേരുകൾ ഭാര്യയായിട്ടുള്ള റീന പോലീസിനോട് പോയി പറഞ്ഞു. ഇവരായിരിക്കാം എൻ്റെ ഭർത്താവിനെ കൊലപ്പെടുത്തിയതെന്ന് റീന പോയി പോലീസിനോട് പറഞ്ഞു.